പാലസ് റോഡിൽ മരം വീണു എന്ന് പറഞ്ഞൊരു കോൾ ഫയർഫോഴ്സ് ഓഫീസിലെത്തിയപ്പോൾ വാഹനം പുറത്തെടുക്കാനാകാതെ ഉദ്യോഗസ്ഥർ. ഫയർഫോഴ്സ് കോമ്പൗണ്ടിൽ നിന്നിരുന്ന നല്ല കായ്ഫലം നൽകിയിരുന്ന മാവ് ചുഴലിയടിച്ചു വീഴ്ത്തി. ഓഫീസിന്റെ മുറ്റം അവിടമാകെ മാവ് നിറഞ്ഞു കിടന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. കോള് വന്ന ഉടനെ തന്നെ എല്ലാവരും ചേർന്ന് മാവിന്റെ കൊമ്പുകൾ പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റി. മുറ്റം നിറയെ വലിയ വലിപ്പമുള്ള മാങ്ങകൾ കൊണ്ട് നിറഞ്ഞു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. തുടർന്ന് ഒരു സംഘം പാലസ് റോഡിൽ വീണുകിടന്ന മാവ് മുറിച്ചു മാറ്റുന്നതിനായി പുറപ്പെട്ടു. ഒരു 9:15 നമ്മുടെ മുറ്റത്തുണ്ടായിരുന്ന തന്നെ വലിയ മരം, ഞങ്ങൾക്കൊരു ആശ്രയവും തണലും ഫലങ്ങൾ വന്നുകൊണ്ടിരുന്നതായിട്ടുള്ള മരം പെട്ടെന്നുണ്ടായ 2 മിനിറ്റുള്ള കാറ്റിൽ മറിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവിടെ ഒരു മരം വീണ കോള് കിട്ടി. പക്ഷെ പുറത്തിറങ്ങണമെങ്കിൽ ഞങ്ങൾ ഈ മരം മുറിക്കേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ കൂടെ ഇറങ്ങാൻ പോവാം. പിന്നീടാണ് ഫോൺ വിളികളുടെ ബഹളം. ഇന്ന് രാവിലെ 9:15 വീശിയടിച്ച ചുഴലി ചാലക്കുടിയിൽ 24, 25, 26 വാർഡുകളിൽ വൻ നാശനഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. നിരവധി പേരുടെ കൃഷിയിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. പടിഞ്ഞാറെ ചാലക്കുടിയിൽ ഒരു വീടിന് മുകളിൽ തൊട്ടടുത്ത വീട്ടിലെ ട്രസ് വന്ന് വീണ് വീട് ഭാഗികമായി തകർന്നു. പാലമറ്റത്ത് കുട്ടിയിൽ തോമസ് പോൾ എന്നയാളുടെ 47 സെന്റ് ഭൂമിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ മരങ്ങളും നിലംപൊത്തി. കഴിഞ്ഞ വർഷവും ഇതേ പ്രദേശത്ത് ചുഴലി വൻ നാശനഷ്ടം വരുത്തിവെച്ചിരുന്നു. ഭാഗ്യവശാൽ ആളപായവും വാഹനങ്ങൾക്ക് നാശവും സംഭവിച്ചിട്ടില്ല. എല്ലാ പ്രദേശങ്ങളിലും മരങ്ങൾ വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചാലക്കുടി KSRTC റോഡിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തും മരക്കും പൊടിഞ്ഞു വീണിട്ടുണ്ട്. ചേനത്തനാട് കപ്പേളയ്ക്ക് സമീപം കൃഷ്ണൻകർത്ത റോഡിൽ തേക്ക് മരവും വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇലക്ട്രിക് കമ്പികളും പൊട്ടിക്കിടക്കുകയാണ്. കണ്ണമ്പുഴ അമ്പലത്തിന് മുൻവശത്ത് മരം വീണ് ഗേറ്റിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. കുറെ വീടുകളുടെ ഓട് പറന്നു പോവുകയും ട്രസ്സുകൾക്ക് നാശനഷ്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ, കൗൺസിലർമാരായ സുധാ ഭാസ്കരൻ, ജിതി രാജൻ എന്നിവരും തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരും സംഭവസ്ഥലം സന്ദർശിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി മൂഞ്ഞേലിയിൽ ഇന്ന് രാവിലെ 9:30 മിന്നൽ ചുഴലിയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വീടുകളുടെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ലൈനുകളിലൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത്, തഹസിൽദാരുടെ അടുത്ത് നാശനഷ്ടങ്ങൾ പരിശോധിക്കാനായിട്ടും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഗവൺമെൻറ്റിന് കിട്ടാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യവശാൽ വലിയ അപകടങ്ങളിൽ നിന്ന് ഒഴിവായി. ഇന്ന് രാവിലെ 9:30 തൊട്ട് മുമ്പുണ്ടായ അതിശക്തമായിട്ടുള്ളൊരു കാറ്റ് അല്പസമയമാണെങ്കിൽ പോലും നമ്മുടെ പടിഞ്ഞാറ ചാലക്കുടിയിലെ മൂഞ്ഞേലി പരിസരത്തുള്ള നിരവധി വീടുകൾക്കും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളും മരങ്ങളൊക്കെ വീണ് വലിയ നാശനഷ്ടം നമുക്കിവിടെ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾക്ക് ഒരുപാട് കേടുപാടുകൾ ഈ ചുഴലിക്കാറ്റിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അന്വേഷണത്തിൽ തോന്നിയത്. ഒപ്പം തന്നെ ഒരുപാട് മരങ്ങൾ വീണ് നമ്മുടെ KSEBയുടെ പോസ്റ്റുകളും ലൈനുകളും ഒക്കെ തകർന്നു വീണിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള ഒരു നാശനഷ്ടമാണ് ഈ കാറ്റുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറ് ചാലക്കുടിയിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും ഇതേ പ്രദേശത്ത് തന്നെ വലിയ കാറ്റില് വലിയ രീതിയിലുള്ള നാശനഷ്ടവും സാമ്പത്തിക നഷ്ടമൊക്കെ ഈ പ്രദേശത്തെ ആളുകൾക്കും പ്രത്യേകിച്ച് കർഷകർക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അടിയന്തരമായി ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റും ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തുനിന്നും അടിയന്തരമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരി നാശനഷ്ടങ്ങൾ കർഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസറുടെ അടുത്തൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ കർഷകർക്ക് അങ്ങനെ ഒരു ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മിക്കതും ജാതിയാണ് കൂടുതലായിട്ട് പോയി. ഇവിടെ ഏക കർഷകന്മാരെല്ലാവരും തന്നെ ജാതി കൃഷിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അത് കാരണം കൊണ്ട് തന്നെ നല്ലൊരു ഇപ്പോൾ ഈ സമയത്തൊക്കെ നല്ല കായ്ഫലം കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ നഷ്ടമാണ്. വാർഡ് 26 മൂഞ്ഞേലി ചാലക്കുടി. ഇത് പ്രധാനമായിട്ട് 25, 26 ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയണില്ല. പെട്ടെന്നൊരു സംഭവം 9:30 ഇപ്പൊ ഇത്രയും സമയമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാവും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആളുകൾ പറഞ്ഞനുസരിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളും. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾക്ക് എങ്ങനെയാണെന്നുള്ളത്. പല സ്ഥലങ്ങളിൽ കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ടും ഇതിപ്പോൾ ഇന്നലെ മഴയോട് കൂടിയിട്ടൊക്കെ നല്ല ശക്തമായിട്ട് പല സ്ഥലങ്ങളിലും മരങ്ങൾ വീണിട്ടുണ്ട്.
ചില ആളുകൾ വീടുകളില്ല, പല അപ്പുറത്തും ഇപ്പുറത്തും കണ്ടിട്ടാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് നമ്മളിവിടെ ഇല്ല എന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കതും ഈ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ NSS ഒരു ചെറിയ ലോണൊക്കെ കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഷീറ്റ് പുതിയത് ഇപ്പം മേഞ്ഞാൽ അടച്ചു തുടങ്ങിയിട്ടുള്ളൂ. പോയി കിട്ടി. വീട്ടുപേരെന്താ നിങ്ങളുടെ? ചിറക്കൽ വാര്യം. ചെറുക്കൽ വാര്യം. മൂന്നിയാതി. ചേട്ടൻ്റെ പേര് കൃഷ്ണൻകുട്ടി. കൈപ്പുഴ. മൂന്ന് ജാതി പോയില്ലേ? ഇല്ല ജാതിയായിരുന്നോ? മാവ് വീണത് ചാക്കോ, പെരേപ്പാടൻ ചാക്കോ, കുറ്റിക്കാട് വീട്, പിന്നെ എൻ്റെ വീട്, അതായത് ടോഫി. ഞാൻ സംസാരിക്കുന്നു. എൻ്റെ വീട്ടിൽ 2 ജാതി, 2 തേക്ക്, 4 അടയ്ക്കാവര. കുഴപ്പമില്ല. ഈ ഓടുകൾ മുഴുവൻ ആ കാറ്റത്ത് പറന്നു പോയി മാത്രം, വേറെ അപകടമൊന്നും ഉണ്ടായില്ല. ഞങ്ങളൊക്കെ പുറത്തായിരുന്നു. 50 അഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും നറുക്കെടുപ്പിലൂടെ 50 ദിവസം 50 ഭാഗ്യശാലികൾക്ക് സ്വന്തമാക്കാം. അഡ്മിഷൻസ് ഓപ്പൺ 2025-26 pre-KG to class 11 Crescent Public School ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് അതിരപ്പള്ളി റോഡ്, കാഞ്ഞിരപ്പള്ളി, ചാലക്കുടി. ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ, നോർത്ത് പറവൂർ, ചാലക്കുടി. ഡ്രീംസ് ഡ്യൂട്ടി പെയ്ഡ് കളക്ഷൻസ് ചാലക്കുടി.